നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഈ നമ്പർ നെയ്മറുടേതാണ്. ലെജൻഡുമാരണിഞ്ഞ നമ്പറാണ്. അതണിഞ്ഞ് കളിക്കുക എന്നുള്ളത് വളരെ വലിയ സമ്മർദ്ദമുണ്ടാക്കുന്ന ഒന്നാണ്. പക്ഷേ ഇപ്പോൾ ഞാനിത് അണിയുന്നത് നെയ്മർക്ക് പരിക്ക് പറ്റി സ്ക്വാഡിലില്ലാത്തതുകൊണ്ടാണ്, ഇഞ്ചുറി പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ്. അദ്ദേഹം മടങ്ങിയെത്തിയാൽ ഇത് അദ്ദേഹത്തിന് തിരികെ കൊടുക്കും. ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സിയെക്കുറിച്ച് റോഡ്രിഗോ പറയുകയാണ്. ഇപ്പോൾ റോഡ്രിഗോ നെയ്മറില്ലാത്ത ഘട്ടത്തിൽ റോഡ്രിഗോ സ്ക്വാഡിൽ ഉണ്ടെങ്കിൽ അദ്ദേഹമാണ് 10-ാം നമ്പർ ജേഴ്സി അണിയാറുള്ളത്. അദ്ദേഹം തന്നെയായിരിക്കും സൗത്ത് കൊറിയയ്ക്കെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിൻ്റെ 10-ാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കളത്തിലുണ്ടാവുക. ഈ ഒരു ഘട്ടത്തിലാണ് മാധ്യമങ്ങൾ അദ്ദേഹത്തോട് 10-ാം നമ്പർ ജേഴ്സിയുടെ സമ്മർദ്ദത്തെക്കുറിച്ച് ചോദിക്കുന്നത്. ബ്രസീലിൻ്റെ വമ്പന്മാരായിട്ടുള്ള താരങ്ങൾ പെലെയടക്കം ധരിച്ചിട്ടുള്ള 10-ാം നമ്പറല്ലേ, അപ്പോൾ അത് ധരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രഷറിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഈ 10-ാം നമ്പർ എന്ന് പറയുമ്പോൾ വളരെ വലിയൊരു പ്രഷറാണ്. ലെജൻഡുമാരണിഞ്ഞിട്ടുള്ളൊരു ജേഴ്സിയാണത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ 10-ാം നമ്പർ അണിഞ്ഞ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലായ്പ്പോഴും ഞാൻ വ്യക്തമായിട്ട് പറയുന്ന കാര്യമാണ്, ഈ നമ്പർ ഇപ്പോഴും നെയ്മറുടെ നമ്പറാണ്. ബ്രസീലിൻ്റെ 10-ാം നമ്പർ അത് നെയ്മറുടേതാണ്. ഞാനിപ്പോൾ അത് ധരിക്കുന്നത് അദ്ദേഹത്തിന് ഇഞ്ചുറി പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നെനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പക്ഷേ ഞാൻ 10-ാം നമ്പർ അണിയുന്ന മത്സരമാണെങ്കിലും അതല്ല മറ്റേതെങ്കിലും നമ്പർ അണിഞ്ഞ് കളിക്കുന്ന മത്സരമാണെങ്കിലും ബ്രസീലിന് വേണ്ടി ഇറങ്ങുമ്പോൾ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണ് എന്നുകൂടി റോഡ്രിഗോ പറഞ്ഞു വെക്കുന്നു. ഏതായാലും റോഡ്രിഗോയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കരിയറിൽ നിർണായകമായിട്ടുള്ളൊരു സമയമാണിത് എന്ന് പറയാതെ വയ്യ. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ലബിൽ തന്നെ അദ്ദേഹത്തിന് അത്രയധികം അവസരങ്ങൾ ലഭിക്കാത്ത ഒരു സ്ഥിതിവിശേഷം. ആകെ 10 കളികളിൽ അദ്ദേഹം ഇപ്പോൾ കളിക്കാനിറങ്ങിയത് 8 കളികൾ, അതിൽ 2 കളികളാണ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യം കൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ബെസ്റ്റ് കൊടുത്തെങ്കിലേ ഇനി നിൽക്കാൻ പറ്റൂ, ദേശീയ ടീമിലേക്കുള്ള അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യുകയുള്ളൂ. ഇപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ടോട്ടൽ 33 മത്സരങ്ങൾ ബ്രസീലിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. അതിൽ 2019 നവംബറിലാണ് അദ്ദേഹത്തിൻ്റെ ഡെബ്യൂ വരുന്നത്. അതിന് ശേഷം അദ്ദേഹം ബ്രസീലിന് വേണ്ടി 33 മത്സരങ്ങൾ കളിച്ചു കഴിഞ്ഞു. അതിൽ നിന്നാകെ 7 ഗോളുകളെ ബ്രസീലിനായിട്ട് നേടാൻ പറ്റിയിട്ടുള്ളൂ. ഈ നമ്പറുകളിലൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണം, എങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.